എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കാനായിട്ട് പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ജീവശാസ്ത്രം പരീക്ഷയാണ്, അതായത് ബയോളജി പരീക്ഷയാണ്. അപ്പോൾ ബയോളജി പരീക്ഷയാണ് SSLC പരീക്ഷയിലെ ലാസ്റ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയോടെ വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷ അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 26-ാം തീയതി, അതായത് മാർച്ച് 26-ാം തീയതി ബുധനാഴ്ചയാണ് ഈ ഒരു ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി പരീക്ഷ എന്ന് പറയുന്നത്. രാവിലെ 9:30 മുതൽ 11:15 വരെ 1.5 മണിക്കൂറാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബയോളജി പരീക്ഷ. 40 മാർക്കിലാണ് ഈ ഒരു പരീക്ഷ വരുന്നത്. അതുപോലെ 10 മാർക്ക് CE ഉണ്ട്. ടോട്ടൽ 50 മാർക്കിലാണ് ഈ ഒരു ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു 15 മാർക്കാണ് ഈ ഒരു 50-ൻ്റെ 30% ആണ് ജയിക്കാൻ വേണ്ട ആകെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു CE ഉൾപ്പെടെ 15 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഈ ഒരു ബയോളജി പരീക്ഷ ജയിക്കും. എന്നാൽ നിങ്ങൾക്ക് 9 മാർക്ക് CE കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ 6 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു 15 മാർക്ക് കിട്ടുകയും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ ജയിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ SSLCയുടെ ഏറ്റവും ലാസ്റ്റത്തെയും അതായത് SSLC പരീക്ഷയിലെ അവസാനത്തെ പരീക്ഷയുമായിട്ടുള്ള ജീവശാസ്ത്രം പരീക്ഷ, അതായത് മറ്റന്നാളാണ് പരീക്ഷയുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്നും നാളെയുമായിട്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. കാരണം ഈ ഒരു നിങ്ങളുടെ SSLCയുടെ ലാസ്റ്റ് പരീക്ഷയാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടാനൊക്കെയുള്ള നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്ക് കിട്ടിയാൽ മതിയാകും. അതായത് 10 മാർക്ക് CE നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രം 5 മാർക്ക് വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 8 മാർക്കേ CE മാർക്ക് കിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ 7 മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് CE മാർക്ക് എത്ര കിട്ടാൻ സാധ്യതയുണ്ട് അതനുസരിച്ച് 15-ൽ നിന്നും ആ ഒരു നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള CE മാർക്ക് എത്രയാണോ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക്, അതായത് എത്ര മാർക്ക് നിങ്ങൾ ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ വായിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ, അതായത് ബയോളജി പരീക്ഷ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ എക്സാമാണ്, SSLCയുടെ ലാസ്റ്റത്തെ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ കഴിയുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLCയുടെ പരീക്ഷ അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 26-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെ 1.5 മണിക്കൂറാണ് ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷ ഉള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് മിനിമം ഒരു 35 മാർക്കെങ്കിലും നിങ്ങൾ വായിക്കണം. അതായത് 45 മാർക്കാണ് ഈ ഒരു 50 മാർക്കിൻ്റെ പരീക്ഷയിൽ 45 മാർക്കാണ് A+ കിട്ടാനായിട്ട് വേണ്ടത്. അപ്പോൾ 35 മാർക്ക് എഴുത്ത് പരീക്ഷയിലും 10 മാർക്ക് CEയും കിട്ടുകയാണെങ്കിൽ 45 മാർക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് A+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ ജസ്റ്റ് പാസ്, അതായത് 15 മാർക്ക് നിങ്ങൾ വായിച്ച് ജയിക്കുന്നതാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ ഒരു D+ ഗ്രേഡാണ് കിട്ടുക. അതായത് D+ ഗ്രേഡ് ആണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 15 മാർക്ക് വാങ്ങി, അതായത് ജസ്റ്റ് പാസ് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് 5 മാർക്ക് എഴുത്ത് പരീക്ഷയും 10 മാർക്ക് CE ഉൾപ്പെടെ 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേഡ്, ഈ ഒരു മാർക്കിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആണ്. ഇനി വിദ്യാർത്ഥികൾക്ക് A+ മുതൽ ഈ ഒരു D+ ഗ്രേഡ് വരെ ലഭിക്കാൻ എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ, അതായത് ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു ബയോളജി പരീക്ഷയിൽ നേടണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനിയുള്ള ബയോളജി പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 5 മാർക്ക് എഴുത്ത് പരീക്ഷയിലും 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ 15 മാർക്ക് ആണ് ടോട്ടലായിട്ട്, ഓവറോളായിട്ട് 15 മാർക്കാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 9 മാർക്കേ CE കിട്ടാൻ സാധ്യതയുള്ളൂ എങ്കിൽ നിങ്ങൾ 6 മാർക്ക് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ വായിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ഒരു 15 മാർക്ക് കിട്ടി നിങ്ങൾക്ക്, അതായത് ഈ ഒരു D+ ഗ്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഇനിയുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി പരീക്ഷയിൽ നിങ്ങൾക്ക് വേണ്ടത് 35 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടും. 30 മുതൽ 34 വരെ A ഗ്രേഡ്, 25 മുതൽ 29 വരെ B+ ഗ്രേഡ്, 20 മുതൽ 24 വരെ കിട്ടിയാൽ B ഗ്രേഡ്, 15 മുതൽ 19 വരെ C+ ഗ്രേഡ്, അതുപോലെ 10 മുതൽ 14 വരെ C ഗ്രേഡ്, അതുപോലെ 5 മുതൽ 9 വരെ D+ ഗ്രേഡ്. അതുപോലെ തന്നെ ഇതിനു താഴെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒന്നുകിൽ D ഗ്രേഡോ E ഗ്രേഡോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കുകയും പിന്നീട് വിദ്യാർത്ഥികൾ SSLCയുടെ പരീക്ഷ എഴുതേണ്ടതായിട്ടും വരുന്നത് ആയിരിക്കും. ഇനി ഈ ഒരു മാർക്കിനോടൊപ്പം നിങ്ങൾക്ക് CE മാർക്ക് കൂട്ടുന്ന സമയത്ത്, അത് 10 മാർക്ക് CE കൂട്ടുന്ന സമയത്ത് 45 മുതൽ 50 വരെ മാർക്ക് കിട്ടിയാലാണ് A+ ഗ്രേഡ് കിട്ടുക. 40 മുതൽ 44 വരെ A ഗ്രേഡും, 35 മുതൽ 39 വരെ B+ ഗ്രേഡും, അതുപോലെ തന്നെ 30 മുതൽ 34 വരെ B ഗ്രേഡും, അതുപോലെ 25 മുതൽ 29 വരെ C+ ഗ്രേഡും, അതുപോലെ 20 മുതൽ 24 വരെ C ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ തന്നെ CE ഉൾപ്പെടെ 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ D+ ഗ്രേഡും കിട്ടും. ഇതിന് താഴെ നിങ്ങൾക്ക് 14 മുതൽ താഴോട്ടേക്ക് നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിയാലും DO EO ഗ്രേഡ് കിട്ടി നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതും പിന്നീട് SSLCയുടെ
സേ പരീക്ഷ എഴുതേണ്ടതായിട്ടും വരുന്നത് ആയിരിക്കും. അതുപോലെ CE മാർക്ക് ഓൾറെഡി എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകിയത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോൽക്കുമെന്ന പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള ബയോളജി പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. പറ്റുമെങ്കിൽ ഒരു 30 മാർക്കെങ്കിലും നിങ്ങൾ ജയിക്കാനായിട്ട് അല്ലെങ്കിൽ A ഗ്രേഡ് കിട്ടാനായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.